എന്നെ കേൾക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. നമ്മളുടെ ജേർണി ത്രൂ ദ ബൈബിൾ ബുക്സ് എന്ന സീരീസിലേക്ക് വീണ്ടും നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നത് ലെസൺ 38 ആണ്, അതായത് വിലാപങ്ങൾ എന്നായ പുസ്തകം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് യെരമ്യാവിൻ്റെ പുസ്തകമാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ യെരമ്യാവിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് ഈ വിലാപങ്ങൾ എന്നുള്ളത്. കേവലം 5 അധ്യായങ്ങൾ മാത്രമുള്ളതായ ഈ പുസ്തകത്തിൽ ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, ഈ വിലാപങ്ങൾ ആര് എഴുതി, ഈ യെരമ്യാവിൻ്റെ 2 പുസ്തകങ്ങളെക്കുറിച്ചുള്ളതായ പഠനം, ഏത് സാഹചര്യത്തിലാണ് യെരമ്യാവ് ഈ വിലാപങ്ങൾ എന്നുള്ളതായ പുസ്തകം എഴുതിയത്, യെരമ്യാവ് എങ്ങനെ ഒരു വലിയ പ്രവാചകനായി തീർന്നു, അതുമാത്രവുമല്ല ഈ പുസ്തകത്തിലെ 5 അധ്യായങ്ങളിൽ കൂടെ ഉള്ളതായ ഒരു സ്പീഡ് ജേർണിയും നമ്മൾ കടന്നു പോകും. അത് കൂടാതെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഓരോ പ്രവചന പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും ആ പ്രവചനങ്ങൾക്ക് 3 തലങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ഈ പ്രവചനം പഠിക്കുന്നതിൻ്റെ കാര്യം, അതായത് ഈ വിലാപങ്ങൾ എന്ന് പറയുന്നതായ പുസ്തകം സാധാരണയായിട്ട് നമ്മൾ ഒന്നും തന്നെ പതിവായിട്ട് വായിക്കുകയോ പതിവായിട്ട് അതിൽ നിന്ന് കേൾക്കുകയോ വലിയ ഇൻട്രസ്റ്റ് ഉള്ളതായ പുസ്തകം അല്ല. എന്നാൽ നമ്മൾ ഈ പുസ്തകം നമ്മളൊരു പ്രവചന പുസ്തകമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുമ്പോൾ വളരെ വിലയേറിയ സത്യങ്ങൾ ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എല്ലാ പ്രവചന പുസ്തകങ്ങൾക്കും അതിൻ്റേതായ 3 തലങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇന്നത്തെ കാലത്ത് എന്ത് സംസാരിക്കുന്നുവെന്ന് ഹൃദ്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കുന്നത്. അതായത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ 586 ഈ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് ഇസ്രായേലിനെ അല്ലെങ്കിൽ യഹൂദയെ അടിമകളാക്കിക്കൊണ്ട് തൻ്റെ രാജ്യത്തിലേക്ക് പ്രവാസികളായിട്ട് കൊണ്ടുപോകും എന്നുള്ളതായ ആ മുന്നറിയിപ്പ് ഈ പ്രവാചകനായിരുന്നായ യെരമ്യാവ് വളരെ വർഷങ്ങളായിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് ചെന്ന് പറഞ്ഞതായിട്ട് നമ്മൾ യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ പഠിച്ചതാണ്. അതായത് രാജാക്കന്മാരുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, പുരോഹിതന്മാരുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, ദേവാലയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് അതിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആൾക്കാരോട് ഈ യെരമ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ന്യായവിധി വരുന്നു എന്നുള്ളതായ കാര്യം. എന്നാൽ അവർ ഒന്നും തന്നെ യെരമ്യാ പ്രവാചകൻ്റെ വാക്ക് കണക്കിലെടുക്കാതെ അവനെ തള്ളിക്കളയുകയും അവനെ പലപ്പോഴും അടിക്കുകയും അവനെ ഉപദ്രവിക്കുകയും അവനെ കെട്ടിയിടുകയും അവനെ ആമത്തിലിടുകയും അതുമാത്രവുമല്ല ഞെരുക്കത്തിൻ്റെ അപ്പം മാത്രം കൊടുത്തതായ സമയങ്ങളുണ്ട്. അങ്ങനെ ബന്ധനത്തിൽ കിടക്കുന്നതായ അവസരങ്ങൾ. അതുകൂടാതെ ഈ പൊട്ട കിണറ്റുകൾ സിസ്റ്റേൺസിലേക്ക് വലിച്ച് ഇട്ടിട്ട് ചെളിക്കുഴിയിൽ കിടക്കുന്നതായ അനേക ദിവസങ്ങൾ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പുസ്തകത്തിൽ, അതായത് യെരമ്യാ പ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഈ സമയങ്ങളിലൊക്കെ ഈ ദൈവം നൽകിക്കൊടുത്തതായ ആ അരുളപ്പാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയം കൂടാതെ തൻ്റെ ജീവൻ്റെ സുരക്ഷ പോലും മാറ്റിവെച്ചിട്ട് എല്ലാവിധമായ റിസ്ക്കും എടുത്തുകൊണ്ട് ഈ ജനങ്ങളെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം, ദൈവവഴിയിലേക്ക് മടക്കിക്കൊണ്ടുവരണം എന്നുള്ളതായ ആഗ്രഹത്തിൽ താൻ ഭയം കൂടാതെ ഇത് വിളിച്ചു പറഞ്ഞു. അന്നത്തെ കാലത്ത് യെരമ്യാ പ്രവാചകനെ ഒരു വലിയ പ്രവാചകനായിട്ട് ജനങ്ങൾ കണക്കാക്കിയില്ല, ഇസ്രായേൽ കണക്കാക്കിയില്ല, രാജാക്കന്മാരും പുരോഹിതന്മാരും കണക്കാക്കിയില്ല എന്ന് കഴിഞ്ഞ ലെസണിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പ്രവചനങ്ങളൊക്കെ നിവൃത്തിയായപ്പോൾ ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇന്ന് ഇസ്രായേലിലെ ഒരു വലിയ പ്രവാചകനായിട്ടാണ് യെരമ്യാവിനെ ഈ ജനം കണക്കാക്കുന്നത് എന്ന്
നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് അന്നത്തെ കാലത്ത് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചതായ ഒരു പ്രവാചകനാണ് യെരമ്യാവ്. ഇസ്രായേൽ ജനതയോട് അല്ലെങ്കിൽ യഹൂദ ജനത്തോട് അന്നത്തെ കാലത്ത് വിളിച്ചു പറഞ്ഞു, ദൈവത്തിൻ്റെ ന്യായവിധി ഇതാ വരുന്നു. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ വലിയ കഷ്ടത്തിലാകും, വലിയ പ്രയാസത്തിലാകും. നിങ്ങൾ ഇവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോകും. നിങ്ങളുടെ ദേവാലയം നശിപ്പിക്കപ്പെടും. നിങ്ങളുടെ യെരുശലേം പട്ടണം നശിപ്പിക്കപ്പെടും. ഇതെല്ലാം വെറും പാഴ്നിഴങ്ങളായി കിടക്കും എന്നുള്ളതായ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് അന്നത്തെ കാലത്ത് അവരോട് പറഞ്ഞതായ ആ പ്രവചനത്തിൻ്റെ ഒന്നാമത്തെ തലം നമ്മൾ മനസ്സിലാക്കണം. അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു. ആ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ പ്രവചനം സത്യമായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കി. ഇന്ന് നമ്മളും അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ തലമുറയിൽ താമസിക്കുന്ന നമ്മൾക്ക് ഈ വിലാപങ്ങൾ എന്ന പേരിൽ കരച്ചിലോടുകൂടെ വേദനയോടുകൂടെ ഈ കാര്യങ്ങളൊക്കെ എഴുതി നമ്മളെ അറിയിക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾക്ക് എന്താണ് പ്രയോജനം എന്നുള്ള കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഞാൻ ഇവിടെയും നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് പാർക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം അന്ന് ഒരു കരച്ചിലായി അല്ലെങ്കിൽ വിലാപമായിട്ട് ദൈവത്തിൻ്റെ പ്രവാചകൻ പറഞ്ഞതായ ആ വാക്കുകൾ ഇന്ന് ദൈവത്തിൻ്റെ വചനമായിട്ട് എന്നോടും നിന്നോടും ഇപ്പോഴും എപ്പോഴും നമ്മൾ ജീവിക്കുന്ന കാലമൊക്കെയും നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനമായിട്ട് ഈ വിലാപങ്ങളിലെ ഓരോ വാക്കുകളും അധ്യായങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്താണ് ഈ വിലാപങ്ങൾ തരുന്നതായ മെസ്സേജ്? നാം ഇന്നത്തെ കാലത്ത് ഈ മോഡേൺ യുഗത്തിൽ പാർക്കുമ്പോൾ പലവിധമായ വിശ്വാസത്തിലുള്ളതായ ജനങ്ങൾ അവിടെയും ഇവിടെയും ഉണ്ട്. ഇന്നത്തെ കാലത്തിൽ ലോകത്തിൻ്റെ എല്ലാ മൂലകളിലും സുവിശേഷകന്മാരെ ദൈവം ഈ പ്രവചന പുസ്തകത്തിലെ വാക്യങ്ങൾ വിളിച്ചു പറയുവാൻ വേണ്ടി അയച്ചിരിക്കുകയാണ്. ഭവനങ്ങളിൽ പോയി അറിയിക്കുന്നു, ദേവാലയങ്ങളിൽ അറിയിക്കുന്നു, സഭായോഗങ്ങളിൽ അറിയിക്കുന്നു, പരസ്യയോഗങ്ങളിൽ അറിയിക്കുന്നു. അതുമാത്രമല്ല, ഇതൊന്നും പരസ്യമായിട്ട് അംഗീകരിക്കാത്തവരുടെ വീടുകളിലെ ഉള്ളറകളിൽ പോലും തങ്ങളുടെ ഫോണുകളിൽ കൂടിയും തങ്ങളുടെ ടി വിയിൽ കൂടിയും മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചും ദൈവം ഈ വചനങ്ങളൊക്കെ ഓരോ ആൾക്കാരെയും ഈ ലോകത്തിൽ ഇന്ന് പാർക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും അറിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ തലമുറയിൽ ഈ വചനത്തിലുള്ളതായ പ്രസക്തി എന്ന് പറയുന്നത്. എന്താണ് ഈ വചനം വിളിച്ചു പറയുന്നത്? ഇസ്രായേലിനെ ന്യായം വിധിച്ചതായ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്ന് ഈ തലമുറയിൽ പാർക്കുന്നതായ ജനത്തോട് പറയുന്നത്, അന്നത്തെ കാലത്ത് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് അവരെ ന്യായം വിധിച്ചുവെങ്കിൽ ഇന്നത്തെ തലമുറയോട് ആ ന്യായവിധിയല്ല, ദൈവത്തിൻ്റെ ഒരു ന്യായവിധി വ്യക്തമായിട്ട് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അത് വിളിച്ചു പറയുകയാണ്. അത് സംഭവിക്കുവാൻ ഇനി എത്ര കാലമുണ്ട് എന്ന് നമ്മൾക്ക് അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു, മനുഷ്യർ എല്ലാവരും പാപികളാണ്. നിങ്ങൾ കടന്നു വന്ന് രക്ഷ പ്രാപിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നിങ്ങൾ രക്ഷ പ്രാപിക്കുന്നില്ല എങ്കിൽ അന്ന് BC 586 ഇസ്രായേലിനെ ബാബേൽ രാജാവ് പിടിച്ചടിമകളാക്കി കൊണ്ടുപോയി ദണ്ഡിപ്പിച്ചതുപോലെ ഇതാ ഒരു ന്യായവിധി കർത്താവിനെ അനുസരിക്കാത്തതായ എല്ലാ ജനങ്ങൾക്കും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതാണ് ഇന്നത്തെ മെസ്സേജ്. ദൈവം തൻ്റെ കോപത്തിൽ നമ്മളെ ശിക്ഷിക്കാതെ ദൈവത്തിൻ്റെ കരുണയുള്ളതായ ആ വശത്തേക്ക് മാറി ദൈവ മക്കളായി തീരണം എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ്. ഇത് നമ്മൾക്ക് നൽകിത്തരുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾക്ക് കാലങ്ങൾ വളരെ അധികം കിട്ടിക്കഴിഞ്ഞു. ഇനിയും എത്ര വർഷങ്ങളുണ്ട് എന്ന് അറിയത്തില്ല. നമ്മളുടെ ജീവിതത്തിൽ എത്ര വർഷങ്ങൾ ശേഷിക്കുന്നു എന്നറിയത്തില്ല. ഇന്നോ നാളെയോ നമ്മളുടെ ജീവിതം അവസാനിക്കുന്നു എന്നറിയുന്നില്ല. എന്നാൽ സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം
ന്യായാധിപതിയായിട്ട് ജീവിക്കുന്നു. അവനൊരു ന്യായപ്രമാണം വെച്ചിട്ടുണ്ട്. ഈ രക്ഷാ പദ്ധതി ആ പഴയ നിയമ ന്യായപ്രമാണത്തിൽ നിന്നും മാറ്റി ഇതാ കൃപായുഗത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ എല്ലാവരും കൃപയാൽ രക്ഷയിലേക്ക് കടന്നു വരിക. യേശുക്രിസ്തുവിൽ കൂടെ രക്ഷയുടെ വാതിലിത തുറന്നു വച്ചിരിക്കുന്നു. അതിൽ കൂടെ കടന്ന് രക്ഷപ്പെടുക, ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരിക. ആ ന്യായവിധിയുടെ ദണ്ഡനത്തിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുക. യേശുക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതത്തെ, ജീവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഈ വചനം നമ്മളോട് സംസാരിക്കുന്നത്. ദൈവം ന്യായാധിപതിയാണ്. അവൻ്റെ പക്കൽ ന്യായമുണ്ട്. അവൻ ന്യായമായി വിധിച്ചേ പറ്റുകയുള്ളൂ. എന്നാൽ ആ ന്യായത്തിന് പകരമായിട്ട് കൃപ എന്നുള്ളതായ വാക്കിൽ കൂടെ ന്യായവും കൃപയും കൂടെ ഒന്നിച്ചു ചേരുന്നായ ആ കാൽവറി ക്രൂശിൻ്റെലേക്ക് കടന്നു വന്നിട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആ ന്യായ വിധിയിൽ നിന്നും ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് ആ മെസ്സേജായിട്ട് ഇന്ന് നമ്മൾക്ക് ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനിയും അടുത്തത് വരും കാലത്തിൽ ഉള്ളതായ ഒരു മെസ്സേജുണ്ട് എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ വരവെങ്കിൽ അന്ന് ഈ ലോകത്തിൻ്റെ ഒരു അവസാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സകല മുഴങ്കാലും ദൈവസന്നിധിയിൽ മടങ്ങുന്ന ഒരു ദിവസമുണ്ട്. അവൻ അന്ന് ന്യായാധിപതിയായി ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഈ പ്രവചനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവൻ, ഈ പ്രവചനത്തിലെ വാക്കുകൾ അനുസരിച്ച് ദൈവമക്കളായി തീർന്നവർക്ക് നിത്യ സന്തോഷത്തിൽ പാർക്കുന്നതിനുള്ളതായ അവസരങ്ങൾ ലഭിക്കുമ്പോൾ, അടുത്ത മറ്റൊരു വിഭാഗമുണ്ട്, ഇതിനെ പുച്ഛമായി തള്ളിക്കളയുന്നവർ. ഇതിങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്ന് അന്ന് ഇസ്രായേൽ പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞതുപോലെ ഇന്നും ഈ രക്ഷയെ പുച്ഛിച്ച് തള്ളിക്കളയുന്നതായ ഒരു അനേക കൂട്ടരുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അത് ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യമായിട്ട് ഈ പുസ്തകം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ചുരുക്കവും ഇതിൻ്റെ ഒരു ചെറിയ ഒരു മെസ്സേജും പറഞ്ഞത്, ഈ മെസ്സേജിൻ്റെ അവസാനം വരെ നിങ്ങൾ എത്ര പേർ കേൾക്കും എന്നെനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ നമ്മളുടെ ഈ ലൈഫ് ലെസൺ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഇനി നമ്മൾ ഈ പുസ്തകത്തിൻ്റെ വിലാപങ്ങളെന്നായുള്ള പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങൾ ചില മിനിറ്റുകൾക്കുള്ളിൽ ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇത് ഏത് സാഹചര്യത്തിലാണ് എഴുതിയത്, അതുപോലെ തന്നെ ഈ യെരമ്യാ പ്രവാചകൻ എങ്ങനെയാണ് ഒരു വലിയ പ്രവാചകനായി തീർന്നത്, ഈ പുസ്തകത്തിലെ 5 അധ്യായങ്ങളുള്ളതിൽ അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയുള്ളതായ കാര്യങ്ങൾ അടുത്ത ചില മിനിറ്റുകൾ കൂടെ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവസാനം വരെ കേൾക്കുവാനായിട്ട് ശ്രമിക്കുക. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ എഴുത്തുകാരനെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബാബേൽ പ്രവാസത്തിലേക്ക് ജനങ്ങൾ BC 586 കടന്നു പോയപ്പോൾ അതിന് മുമ്പ് അനേക വർഷങ്ങൾ അവരോട് ഈ ആപത്തിനെക്കുറിച്ചും ദൈവത്തിൻ്റെ ഈ ന്യായവിധിയെക്കുറിച്ചും പ്രവചിച്ചതായ പ്രവാചകൻ, അവൻ്റെ ആ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചവൻ, അവനെ ജനങ്ങൾ ത്യജിച്ചു കളഞ്ഞു, അവനെ ഉപദ്രവിച്ചു കളഞ്ഞു, അവനെ കെട്ടിയിട്ടു, അവനെ സിസ്റ്റേണിലിട്ടു, അവൻ്റെ മുഖത്തും ദേഹത്തും എല്ലാം ചെളിയായി തീർന്നു, അവനെ കയറുകൊണ്ട് ചിലർ കെട്ടി വലിച്ചെടുത്ത് തുണിയൊക്കെ ചുറ്റിക്കൊണ്ടാണ് വലിച്ചെടുത്തത് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. അങ്ങനെയുള്ളതായ ജനങ്ങൾ ആദരിക്കാത്ത ഒരു പ്രവാചകനായിരുന്നു ഈ യെരമ്യാ പ്രവാചകൻ എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് ജനങ്ങൾ അവന് യാതൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല എന്ന് ഈ പുസ്തകത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. രാജാക്കന്മാർ അവനെ നിന്ദിച്ചു കളഞ്ഞു, അടിച്ചു കളഞ്ഞു, ഉപദ്രവിച്ചു. പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ഒക്കെ അവനെ നിന്ദിച്ചു. ദേവാലയത്തിൽ അവർ യാതൊരു സ്ഥാനവും കൊടുത്തില്ല. ദേവാലയത്തെ പുറത്തു നിന്ന് അവിടേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതായ
ജനങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി, വിളിച്ചു പറയുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും അവിടെ പോൽ നിന്ന് സംസാരിക്കുവാൻ അവന് അനുവാദം കൊടുക്കാത്തതായ പുരോഹിതന്മാരായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെ ആ സമയത്ത് യഹൂദ്യയിലുള്ളതായ ജനങ്ങൾ അവന് യാതൊരു സ്ഥാനവും കൊടുക്കാതെ പുച്ഛിച്ച് കളഞ്ഞെങ്കിൽ, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ വർഷങ്ങൾ കഴിഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അവർ ഈ ബാബേലിലേക്ക് കടന്നുപോയതായ ചിത്രമാണ് അടുത്തതായിട്ട് കാണുന്നത്. ആ സമയത്തും അവിടെ ജീവിച്ചിരുന്ന് ഈ കാര്യങ്ങൾ എല്ലാം ഈ ചരിത്രത്തിലൂടെ കടന്നുപോയതായ ഒരു പ്രവാചകനാണ് യെരമ്യാ പ്രവാചകൻ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അന്നത്തെ കാലത്ത് അവർ യെരമ്യാ പ്രവാചകന് ഒരു സ്ഥാനം കൊടുത്തിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് ഈ സംഭവങ്ങളൊക്കെ നേരായിരുന്നുവല്ലോ എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ഇവൻ യഥാർത്ഥമായി ദൈവത്തിൻ്റെ ആലോചനയാണല്ലോ പറഞ്ഞത്, ഇവൻ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞതെല്ലാം അച്ചട്ടായിട്ട് നിവർത്തിച്ചല്ലോ, അക്ഷരം പ്രതി അത് നിവർത്തിക്കുകയുണ്ടായല്ലോ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ പ്രവാചകൻ ഒരു വലിയ പ്രവാചകനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചത്. പ്രൈസ് ഗോഡ്. ഇതാണ് ഇതിൻ്റെ സാഹചര്യത്തിൽ പ്രവാചകൻ ഈ കാര്യങ്ങൾ അവിടെ തൻ്റെ ഹൃദയത്തിൻ്റെ വേദനയിൽ കൂടെ ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട്, ജനങ്ങൾക്ക് സംഭവിച്ചതായ പ്രയാസങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് യെരമ്യാവ് എഴുതുന്നതായ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഇനിയും ഈ യെരമ്യാവ് എഴുതിയതായ വിലാപങ്ങളുടെ പുസ്തകം ഈ യഹൂദർക്ക് അല്ലെങ്കിൽ ഇസ്രായേലിയർക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു പുസ്തകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. BC 586 ഈ യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു. അതുപോലെ യെരുശലേം എല്ലാം നഷ്ടപ്പെടുത്തി എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ഏകദേശം 400 വർഷങ്ങൾക്ക് ശേഷമാണ് ശലോമോൻ പണി കഴിപ്പിച്ചതായ ആ ദേവാലയം ബാബേൽ രാജാവായ നെബൂഖദ്നേസർ നശിപ്പിച്ച് ഇടിച്ചു കളയുന്നത് എന്ന് മനസ്സിലാക്കണം. 400 വർഷക്കാലം ശലോമോൻ പണിതതായ ആ ദേവാലയം അവിടെ ആ യെരുശലേം പട്ടണത്തിൽ തല ഉയർത്തി നിന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അത് BC 586 ഇടിച്ചു കളഞ്ഞു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കും. പിന്നീട് വീണ്ടും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഹെരോദ രാജാവ് ആ ദേവാലയം ഒരു നല്ല നിലയിൽ പണിതു, മനോഹരമായ രീതിയിൽ പണിതതായിട്ട് യേശുക്രിസ്തുവിൻ്റെ കാലത്ത് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. AD 70 ആ ഹെരോദാവ് പണിതതായ ആ ദേവാലയവും റോമാക്കാർ ഇടിച്ചു കളഞ്ഞു എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ ഉള്ളതായ ഈ ദേവാലയത്തിൻ്റെ തകർച്ചയുടെ വാർഷിക ദിനങ്ങളിൽ യഹൂദന്മാർ തിരഞ്ഞെടുത്ത ഒരു പുസ്തകമാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം. ഈ ദേവാലയത്തിൻ്റെയും യെരുശലേം നഗരത്തിൻ്റെയും തകർച്ചയെക്കുറിച്ച് പറയുന്നതായ ഈ പുസ്തകം വായിച്ച് ജനങ്ങൾ എല്ലാവരും കൂടെ ദൈവസന്നിധിയിൽ വന്ന് സമർപ്പിക്കുകയും അനുദപിക്കുകയും ചെയ്യുന്നതായ ഒരു പതിവ് അവർക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനിയും വിലാപം എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും ചിന്തിച്ചിരിക്കുന്നത് ഒരു വീക്ക്നെസ് ആയിട്ടാണ്. എന്നാൽ വിലാപം അല്ലെങ്കിൽ കരച്ചിൽ എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ്സായിട്ട് നമ്മൾ കരുതേണ്ടതായിട്ട് ഇല്ല. ഒരു വീക്ക്നെസ്സായിട്ട് അല്ലെങ്കിൽ വിലാപത്തോടുകൂടെ യെരമ്യാ പ്രവാചകൻ അരുളി ചെയ്തതായ ഈ വചനങ്ങൾ ദൈവത്തിൻ്റെ വചനമായിട്ട് ഇന്ന് ദൈവം നമ്മൾക്ക് നൽകി തന്നിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ പലപ്പോഴും കണ്ണുനീർ വാർത്തിട്ടുണ്ട്. ഈ യെരുശലേമിനെ നോക്കിയും യെരുശലേം ദേവാലയത്തെ നോക്കിയും കരഞ്ഞതായിട്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 41 മുതൽ 44 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ യെരുശലേം നഗരത്തെ നോക്കി കരഞ്ഞു.
യെരൂശലേം ദേവാലയത്തെ നോക്കി കരഞ്ഞു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ നാളിൽ നിൻ്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. യേശു പ്രവചിച്ച് പറയുന്നതായ ഈ കാര്യങ്ങളൊക്കെ യേശുവിൻ്റെ കാലത്ത് അന്ന് ജീവിച്ചിരുന്ന യഹൂദന്മാർക്കും യാതൊരു പിടിയും കിട്ടുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അത് അവർ തള്ളിക്കളഞ്ഞു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. യേശു പറഞ്ഞു, ഒരു കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ദേവാലയം ഇടിഞ്ഞു പോകും, അതിനെ ഞാൻ പണിയും എന്ന് പറഞ്ഞപ്പോൾ അവർക്കതിൻ്റെ ആത്മീയ അർത്ഥം മനസ്സിലായില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഹല്ലേലൂയ. യെരൂശലേം ദേവാലയം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഈ ശരീരത്തെ നിങ്ങൾ ഇടിച്ചു കളഞ്ഞാൽ, എന്നെ കൊന്നു കളഞ്ഞാൽ ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഈ ദേവാലയം വീണ്ടും പണിയും എന്ന് പറഞ്ഞപ്പോൾ അവർക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നാണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോഴോ അത് നിൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിൻ്റെ സന്ദർശനകാലം നീ അറിയായിക കൊണ്ട് നിൻ്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളയും, 4 പുറത്തും ഞെരുക്കും, നിന്നെയും നിൻ്റെ മക്കളെയും നിലത്ത് തള്ളിയിടും. കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാത്ത കാലം നിനക്കു വരും എന്ന് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 44 വരെയുള്ളതായ വാക്യങ്ങളിൽ യേശു പറഞ്ഞതായ വാക്യങ്ങളും വളരെ ശ്രദ്ധേയമാണ്. അത് യേശു യെരൂശലേമിനെ നോക്കി കരഞ്ഞുകൊണ്ട് പ്രോഫസി ചെയ്തതാണ്, പ്രവചിച്ചതായ കാര്യമാണ്. എന്നാൽ അതും AD 70 സംഭവിച്ചു. റോമാക്കാർ ഇവിടേക്ക് കടന്നു വന്ന് യെരൂശലേം ദേവാലയം നശിപ്പിച്ചു, തീയിട്ടു. കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ അവർ അത് മാറ്റിക്കളഞ്ഞതായിട്ട്, എല്ലാം ഇടിച്ചു കളഞ്ഞതായിട്ട് നമ്മൾക്ക് ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇന്നും അവിടെ പോകുന്നവർക്ക്, അതായത് യെരൂശലേമിൽ പോകുന്നവർക്ക് ആ കാഴ്ച നമ്മളുടെ നഗ്ന നേത്രങ്ങൾക്ക് മുമ്പിൽ കാണുവാനായിട്ട് സാധിക്കും. അവിടെ യെരൂശലേമിലേക്ക് പോകുന്നതായ ജനങ്ങൾ ഇന്നും കാണുന്നതായ ഒരു പ്രത്യേക കാഴ്ചയാണ് ഈ വിലാപമതിൽ എന്ന് പറയുന്നതായ അന്നത്തെ യെരൂശലേം ദേവാലയത്തിൻ്റെ വെസ്റ്റേൺ വാള് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറേ മതിൽ ഇന്നും ഒരു ഭാഗം അവിടെ നിൽപ്പുണ്ട്. അവിടെ യഹൂദന്മാർ ക്രമമായിട്ട് വന്ന് അവിടെ അതിൻ്റെ മുമ്പിൽ വിലാപം കഴിക്കും. അവരുടെ രീതിയിൽ ശരീരത്തെ ഒക്കെ മുൻപോട്ടും പുറകോട്ടും ആട്ടിക്കൊണ്ട്, തല വണങ്ങിക്കൊണ്ട്, തല ദൈവസന്നിധിയിൽ അവരുടെ പ്രാർത്ഥന കഴിക്കുകയും ആ യെരൂശലേമിൻ്റെ ദേവാലയത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് തുടർച്ചയായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ വിലാപം മതിലിൻ്റെ പോർട്ടിൽ ഒക്കെ ഉള്ളതായ സുഷിരങ്ങളിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒക്കെ എഴുതി ചെറിയ തുണ്ട് കടലാസിലാക്കി അവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥനകളൊക്കെ കേൾക്കും എന്നുള്ളതായ ഒരു വിശ്വാസവും അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ട് എന്നാണ് അവിടെ നമ്മൾ സന്ദർശിക്കുമ്പോൾ അവർ നമ്മളെ അറിയിക്കുന്നത്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. യഹൂദന്മാരുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അവർ ചില പുസ്തകങ്ങൾ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വിലാപങ്ങളുടെ പുസ്തകം ഈ യെരൂശലേം ദേവാലയം നശിപ്പിച്ചതിൻ്റെ ആനിവേഴ്സറി ദിവസങ്ങളിൽ പ്രത്യേകമായി അവർ ജനങ്ങളെല്ലാവരും കൂടി ചേർന്ന് വായിക്കുന്നതായ ഒരു പതിവുണ്ട്. അതുപോലെ എസ്തേറിൻ്റെ പുസ്തകം പൂരീം നാളിൽ അവർ പരസ്യമായിട്ട് വായിക്കുന്ന പതിവ് ഉണ്ട്. ദൈവത്തിൻ്റെ അദൃശ്യമായ വൻ കരത്തിൻ്റെ പ്രവർത്തനങ്ങളെ അവർ ഓർക്കുവാൻ വേണ്ടി ഈ എസ്തേറിൻ്റെ പുസ്തകം വായിക്കാറുണ്ട് ഓരോ വർഷവും. സഭാപ്രസംഗിയുടെ പുസ്തകവും അവർ കൂടാര പെരുന്നാളിൽ വായിച്ച് ധ്യാനിക്കാറുണ്ട്. കൂടാര പെരുന്നാളെന്ന് പറയുമ്പോൾ അവരുടെ ലക്ഷറി വീടുകളെയൊക്കെ ഒന്ന് മാറ്റി വച്ചിട്ട് ഒരു റിട്രീറ്റിൻ്റെ സമയത്ത് നമ്മൾ അകലെ എവിടെയോ പോകുന്നത് പോലെ അവർ ചെറിയ കൂടാരങ്ങളടിച്ച് അവിടെ പാർക്കുമ്പോൾ ദൈവം തങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതായ വിധങ്ങളൊക്കെ ഓർക്കുകയും ശലോമോൻ പറഞ്ഞതായ ആ സദൃശ്യവാക്യങ്ങളുടെ ബുദ്ധി വാചകങ്ങളൊക്കെ
മനസ്സിലാക്കുന്നുള്ള സമയങ്ങളായിട്ട് അവർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ രൂത്തിൻ്റെ പുസ്തകവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ആണ്ടുതോറും അവർ പെന്തക്കോസ്ത് നാളിൽ വായിക്കുന്നതായ ഒരു പുസ്തകമാണ്. രൂത്തിൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ളതായ വീണ്ടെടുപ്പിനെ കുറിച്ച് പഴയ നിയമത്തിൽ അതിൻ്റെ ഒരു ഛായ നൽകുന്നതായ ഒരു നിഴലായിട്ട് നിൽക്കുന്നതായ ഒരു ബുക്കാണ് രൂത്തിൻ്റെ പുസ്തകം. വീണ്ടെടുപ്പിനെ ഓർക്കുന്നതായ ആ പുസ്തകവും അവർ വായിക്കാറുണ്ട്. പിന്നീട് ഉത്തമഗീതം എന്ന് പറയുന്നതായ പുസ്തകവും ശലോമോൻ്റെ ഉത്തമഗീതവും അവരുടെ പെസഹായുടെ അല്ലെങ്കിൽ പാസ് ഓവറിൻ്റെ നാളിൽ വായിക്കാറുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഉള്ളതായ ആ വീണ്ടെടുപ്പിനെ ഓർക്കുവാൻ വേണ്ടി പെസഹ പെരുന്നാൾ അവർ ആചരിക്കുമ്പോൾ ഉത്തമഗീതമാണ് അവർ തിരഞ്ഞെടുത്ത് അത് സാധാരണയായിട്ട് വായിക്കാറുള്ളത്. ഇനി നമ്മൾക്ക് അടുത്ത ഈ 5 അധ്യായങ്ങളിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഒരു സ്പീഡ് ജേർണി നമ്മൾക്ക് നടത്തി ചില മിനിറ്റുകൾക്കുള്ളിൽ ഈ ലെസൺ അവസാനിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ചാപ്റ്റർ 1 പറയുമ്പോൾ അത് ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: അയ്യോ, ജനപൂർണയായിരുന്ന നഗരം ഏകാന്തമായിരിക്കുന്നത് എങ്ങനെ? ഒരു വലിയ കരച്ചിലോടെ, നിലവിളിയോടെ, ഹൃദയ തകർച്ചയോടെ ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. ജാതികളിൽ മഹതിയായിരുന്നവൾ വിധവയെപ്പോലെ ആയിരുന്നതെങ്ങനെ? ജാതികളുടെ ഇടയിൽ ദാവീദിൻ്റെ കാലത്തും ശലോമോൻ്റെ കാലത്തും ജാതീയ രാജ്യങ്ങൾ ചുറ്റുനിന്നും കപ്പം കൊടുത്ത് അവരെ ബഹുമാനിച്ചിരുന്നു. അവരുടെ കൊട്ടാരങ്ങളിൽ ഉള്ളവരൊക്കെ വളരെ മഹത്വം ഉള്ളവരായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ 1 അധ്യായത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു മരണ വീട്ടിലെ കരച്ചിൽ പോലെയാണ് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത്. അതിനകത്തുള്ളതായ ലാംഗ്വേജസ് വളരെ ഹൃദയസ്പർശകമാണ്. അവിടെ കാണുന്നതായ ആ പുസ്തകം വായിച്ച് മുൻപോട്ട് പോകുമ്പോൾ അതിലൂടെ കാണുന്നതായ ആ ഇമേജസൊക്കെ നമ്മളുടെ മനസ്സിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്ര ഭയാനകമായ ഗ്രാഫിക്സ് ഒക്കെ കാണുമ്പോൾ നമ്മളുടെ വികാരത്തെയും വിചാരങ്ങളെയും വളരെ സ്വാധീനിക്കുന്ന രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാകും. വളരെ ഹൃദയസ്പർശകമായ ഒരു രീതിയാണ്. വളരെ സമൃദ്ധിയിൽ ജീവിച്ചിരുന്നതായ ഇസ്രായേൽ ജനമാണ്. സൗന്ദര്യത്തിൽ വളരെ മികച്ചവളായിട്ടാണ് ഇസ്രായേലിനെ ദൈവം കണ്ടിരുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കീർത്തിയിൽ വളരെയധികമായിട്ട് ശലോമോൻ്റെ കാലത്ത് നമ്മൾക്ക് അറിയാം, അയൽ രാജ്യങ്ങളിൽ നിന്നുള്ളതായ ശേബ രാജ്ഞി വരെ അവിടേക്ക് കടന്നു വന്ന് അതൊക്കെ കാണുവാനായിട്ട് കടന്നു വന്നു എന്ന് അത്രമാത്രം കീർത്തിയുള്ളതായ രാജ്യമായിരുന്നു ഈ യെരുശലേം പട്ടണവും അതിനു ചുറ്റുമുള്ളതായ സ്ഥലങ്ങളും എന്ന്. ധനം കൊണ്ട് നിറഞ്ഞിരുന്നു. സ്വർണവും വെള്ളിയും താമ്രവുമൊക്കെ കണക്കില്ലാതെ ഉണ്ടായിരുന്നതായ ഒരു രാജ്യമായിരുന്നു അത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ 1 അധ്യായത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ ഈ യിരെമ്യാ പ്രവാചകൻ്റെ പ്രവചനത്തിന് ശേഷമായിട്ട് ആദ്യത്തെ ഘട്ടം തീർന്നു കഴിഞ്ഞപ്പോൾ ഇതാ ജനങ്ങൾ എല്ലാം ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. അവരെ ഒത്തിരി എണ്ണത്തിനെ കൊന്നുകളഞ്ഞു, ഒത്തിരി എണ്ണത്തിനെ അബ്യൂസ് ചെയ്യുന്നു, വിധവകളായിത്തീരുന്നു, കുട്ടികൾ അപ്പനും അമ്മയും ഇല്ലാത്തവരായി തീരുന്നു. അങ്ങനെ വളരെ കഷ്ടത്തിൽ കൂടെ നിലങ്ങളൊക്കെ ശൂന്യമായിട്ട് കിടക്കുന്നതായ അവസ്ഥയിലാണ്, അല്ലെങ്കിൽ തീയാൽ ചുട്ടിരിക്കുന്നതായ അനേക ഭവനങ്ങൾ അവിടെ നമ്മൾക്കുണ്ട്. എല്ലായിടത്തും നിലവിളി, പട്ടിണി, പരിതാപം മുതലായ ഒരു ചിത്രമാണ് ആദ്യത്തെ അധ്യായത്തിൽ ആ യഹൂദയിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഏകാന്തതയാണ്. ആരും ഇല്ല, പൈതങ്ങളില്ല, അപ്പനില്ല, അമ്മയില്ല. ഏതാനും ചിലർ ശേഷിക്കുന്നവർ അവർ ഏകാന്തത അനുഭവിച്ചുകൊണ്ട് അപമാനത്താലും കരച്ചിലാലും മതിൽ ഇടിച്ചു കളഞ്ഞതിനാൽ യാതൊരുവിധമായ സെക്യൂരിറ്റിയും ഇല്ല. അയൽ സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ കടന്നു വന്ന് എല്ലാം മോഷ്ടിക്കുന്നു, ജനങ്ങളെ അപമാനിക്കുന്നു, അങ്ങനെ അബ്യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ളതായ ഒരവസ്ഥയിലാണ് ഈ യിരെമ്യാ പ്രവാചകൻ
ഈ പ്രവാസത്തിലേക്ക് ജനത്തെ കൊണ്ടുപോയതിന് ശേഷം യെരുശലേമിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ആദ്യത്തെ അധ്യായത്തിൽ വിവരിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ ഈ ഒരു കരച്ചിൽ യിരെമ്യാ പ്രവാചകൻ്റെ ഹൃദയത്തിൽ നിന്നും വായിൽ കൂടെ വന്നുവെങ്കിൽ തന്നെയും അത് തിരിച്ച് നമ്മൾക്ക് ദൈവത്തിൻ്റെ വചനമായിട്ട് തന്നിരിക്കുന്നത് നമ്മൾക്ക് ഒരു മെസ്സേജ് കിട്ടുവാൻ വേണ്ടിയാണ്, നമ്മളിതിൽ നിന്നൊരു പാഠം പഠിക്കുവാൻ വേണ്ടിയാണ്. നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ന്യായവിധി ഉണ്ട് എന്ന് അറിയുമ്പോൾ അതിനെ ഗണ്യമാക്കാതെ പോയാൽ നമ്മളുടെയും സ്ഥിതി ഇതുപോലെ ആയിത്തീരും എന്നുള്ളതായ മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ന്യായവിധിക്ക് മുമ്പായിട്ട് തന്നെ ഈ പ്രവചന ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് കേൾക്കുമ്പോൾ, ആ കൃപയിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിച്ച് ദൈവത്തോട് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ മക്കളും അവകാശികളുമായി തീരുമ്പോൾ ഒരു ശത്രുവിനും നമ്മെ തകർക്കുവാനായിട്ട് സാധ്യമാകയില്ല. ദൈവത്തിൻ്റെ ദീർഘക്ഷമയും കരുണയും നമ്മൾ ഓരോ ദിവസവും ഓർത്തുകൊണ്ട് മുൻപോട്ട് നമ്മളുടെ ജീവിതത്തെ നയിക്കണമെന്നാണ് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇനി ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിനകത്ത് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയെ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: അയ്യോ, യഹോവ സിയോൻ പുത്രിയെ തൻ്റെ കോപത്തിൽ മേഘം കൊണ്ട് മറച്ചത് എങ്ങനെ? അവൻ ഇസ്രായേലിൻ്റെ മഹത്വം ആകാശത്ത് നിന്ന് ഭൂമിയിൽ ഇട്ടുകളഞ്ഞു. തൻ്റെ കോപ ദിവസത്തിൽ അവൻ തൻ്റെ പാദപീഠത്തെ ഓർത്തതുമില്ല. ഇവിടെ ഈ വാക്യത്തിൽ 2 പദങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്ന് കൊണ്ടുവരുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത്, അയ്യോ, യഹോവ സിയോൻ പുത്രിയെ തൻ്റെ കോപത്തിൽ മേഘം കൊണ്ട് മറച്ചത് എങ്ങനെ? അയ്യോ, യഹോവ സിയോൻ പുത്രിയെ തൻ്റെ കോപ ദിവസത്തിൽ മേഘം കൊണ്ട് മറച്ചത് എങ്ങനെ എന്ന് പറയുമ്പോൾ അവൻ്റെ കോപ ദിവസത്തിൽ, യഹോവയുടെ ഒരു ദിവസം ഉണ്ട്. അനേക ദിവസങ്ങളുണ്ട്, പല രീതിയിലുള്ളതായ ദിവസങ്ങളുണ്ട്. എന്നാൽ അവൻ്റെ കോപ ദിവസം എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റിൻ്റെ ദിവസമാണ്. അവൻ കോപത്തോടുകൂടെ നമ്മളെ ജഡ്ജ് ചെയ്താൽ, വിധിച്ചാൽ ആർക്ക് അവിടെ നിൽക്കുവാനായിട്ട് സാധിക്കും? ഇവിടെ സംഭവിച്ചത് യഹോവയുടെ ഒരു കോപ ദിവസമായിട്ടാണ് അവിടെ സംഭവിച്ചത്. ജനങ്ങൾ അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയോ, ജനങ്ങൾ അവൻ്റെ മുമ്പിൽ വീഴുകയോ, നമസ്കരിക്കുകയോ, ആരാധിക്കുകയോ, അവൻ്റെ വാക്കുകളെ ആദരിക്കുകയോ ചെയ്യാതെ അവനെ കംപ്ലീറ്റായിട്ട് ഇഗ്നോർ ചെയ്ത് വീണ്ടും വീണ്ടും മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, അങ്ങനെ പോയതായ ജനത്തെ, എന്നാൽ അങ്ങനെ തന്നെ അവർ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കോപത്തിൽ അവരെ ശിക്ഷിച്ചതായിട്ട് നമ്മൾക്ക് കാണുന്നു. ഈ വാക്കിനെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ ഉടനീളം നോക്കിയാൽ അനേക പരാമർശങ്ങൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ദാവീദ് തൻ്റെ പ്രാർത്ഥനകളിലൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു: യഹോവേ, നിൻ്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ എന്ന്, നിൻ്റെ ന്യായത്തിൽ എന്നെ ശിക്ഷിച്ചാൽ മതി. നിൻ്റെ ന്യായത്തിൽ ഞാൻ നിൽക്കുമ്പോൾ, നിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന് താണു വീഴുമ്പോൾ നിൻ്റെ മനസ്സലിയുന്ന ദൈവമാണ്, നിനക്ക് ദീർഘക്ഷമയും മഹാദൈവമുള്ള കർത്താവാണ്, അതിൽ ആശ്രയിച്ചുകൊണ്ട് നിൻ്റെ അടുക്കലേക്ക് ഞാൻ കടന്നു വരും എന്നാണ് ഈ ദാവീദ് പറയുന്നത്. എന്നാലും നിൻ്റെ കോപത്തിൽ നീ എന്നെ ശിക്ഷിക്കരുതേ, യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലയോ എന്നാണ് വചനം നമ്മൾക്കറിയുന്നത്. അപ്പോൾ നമ്മൾക്കും ദൈവസന്നിധിയിൽ എപ്പോഴും പറയേണ്ടത് ഇതാണ്: കർത്താവെ, നിൻ്റെ കോപത്തിൽ പാത്രരായി തീരാതെ എന്നെ കാക്കണമേ. എല്ലായ്പ്പോഴും നിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ വീഴ്ചകളോ താഴ്ചകളോ പാപങ്ങളോ ഉണ്ടായാൽ അത് ഉടനെ തന്നെ കറക്റ്റ് ചെയ്ത് നിൻ്റെ കൃപയുടെ മഹത്വത്തിലേക്ക് കടന്നു വന്ന് അതെല്ലാം കറക്റ്റ് ചെയ്ത് മുൻപോട്ട് പോകുവാൻ എനിക്ക് ആവശ്യമായിട്ട് കൃപ തരണമേ എന്ന് നമ്മൾ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണം. ആ 1-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഇങ്ങനെയാണ്: തൻ്റെ കോപ ദിവസത്തിൽ അവൻ തൻ്റെ പാദപീഠത്തെ ഓർത്തതുമില്ല. അവൻ്റെ കോപ ദിവസത്തിൽ ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി: മഹാനായ ദൈവമേ, ഭൂമിയെയും ആകാശത്തെ എല്ലാം സൃഷ്ടിച്ചവനായ കർത്താവേ,
സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദപീഠവുമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായ പ്രാർത്ഥന നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ യെരുശലേം ദേവാലയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പാദം വയ്ക്കുന്നതായ സ്ഥലമായിട്ടാണ് അവർ കണക്ക് കൂട്ടിയിരുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യവും പ്രസൻസുമുള്ളതായ ഒരു സ്ഥലമായിരുന്നു ദൈവത്തിൻ്റെ ആലയം. എന്നാൽ പലപ്പോഴും ഈ ആലയത്തിൽ നിന്നും ദൈവം കടന്നു പോകുന്നു. നിങ്ങളുടെ ഈ ദുഷ്പ്രവൃത്തി കാരണം, എൻ്റെ ആലോചന ഏറ്റെടുക്കാതെ കാരണം, എൻ്റെ പ്രവാചകന്മാരുടെ വാക്ക് നിങ്ങൾ കേൾക്കാത്തത് കാരണം, നിങ്ങൾ അന്യ ദേവന്മാരെ അതിലേക്ക് പ്രതിഷ്ഠിക്കുന്നത് കാരണം ഞാനിതാ ഈ ആലയം വിട്ടിട്ട് കടന്നു പോകുന്നു എൻ്റെ കോപത്തോടുകൂടെ എന്ന് പല സ്ഥലങ്ങളിലും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ തൻ്റെ കോപ ദിവസത്തിൽ അവൻ തൻ്റെ പാദപീഠത്തെ ഓർത്തില്ല. അനേക വർഷങ്ങൾ അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തതായ ഈ യെരുശലേം നഗരവും യെരുശലേം ദേവാലയമൊക്കെ തൻ്റെ ഹൃദയത്തിന് സന്തോഷമായിരുന്നു, പ്രശംസ വിഷയമായിരുന്നു. എന്നാൽ അത് ഉപേക്ഷിച്ചിട്ട് പോകുന്നതായ ഒരു പിക്ചറാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. ദൈവം അവരെ കൈവിട്ടിട്ട് യെരുശലേമിൽ നിന്നും യെരുശലേം ദേവാലയത്തിൽ നിന്നും കടന്നു പോകുന്നു. ശത്രുക്കൾ അതിനെ ചവിട്ടിക്കളയുന്നു എന്നാണ് നമുക്ക് കാണുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് കാണുന്നത്, സിയോൻ പുത്രിയുടെ കൂടാരത്തിൽ തൻ്റെ ക്രോധം തീ പോലെ ചൊരിഞ്ഞു. സിയോൻ പുത്രി, ഇസ്രായേലിനെ വിളിക്കുന്ന പേരാണ് സിയോൻ പുത്രി. വളരെ ലാളിത്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നതായ സിയോൻ പുത്രി ഇവിടെ ഒരു കൂടാരമായിരുന്നു യെരുശലേം ദേവാലയം. അവിടെ തൻ്റെ പാദങ്ങൾ ചാട്ടുവാൻ ദൈവത്തിന് താല്പര്യമായിരുന്നു, ദൈവത്തിൻ്റെ പ്രമോദമായിരുന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ ഇവിടെ ഇതാ സിയോൻ പുത്രിയുടെ കൂടാരത്തിൽ തൻ്റെ ക്രോധം തീ പോലെ ചൊരിഞ്ഞു. കാരണം എന്താണ്? ദൈവത്തിൻ്റെ ആലോചന കേൾക്കാഞ്ഞത് കാരണം. വീണ്ടും വീണ്ടും പ്രവാചകന്മാരെ അയച്ചപ്പോൾ അവരെ കൊല്ലുവാൻ ശ്രമിക്കുന്നതല്ലാതെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുവാൻ സിയോൻ പുത്രി കണക്കാക്കിയില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ക്രോധം തീ പോലെ അവിടേക്ക് ചൊരിഞ്ഞത് എന്ന് കാണുന്നത്. തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കർത്താവ് ശത്രുവെ പോലെയായി, ഒരു പിതാവിനെ പോലെ ഓമനിച്ചിരുന്നതായ കർത്താവ്, ഒരു ഭർത്താവ് ഒരു ഭാര്യയെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതുപോലെ സ്നേഹിച്ചിരുന്ന കർത്താവ്, ഒരു പിതാവ് മകനെ എപ്രകാരം കരുതുന്നുവോ അതുപോലെ സ്നേഹിച്ചിരുന്ന കർത്താവ് ഇതാ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താണ് കാണുന്നത്? കർത്താവ് ശത്രുവെ പോലെയായി ഇസ്രായേലിനെ മുടിച്ചു കളഞ്ഞു. അത്രമാത്രം ദൈവത്തിൻ്റെ കോപം അവിടെ വർഷിക്കുന്നു എന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവളുടെ അരമനകളെയൊക്കെയും മുടിച്ചു. എത്ര മനോഹരമായ അരമനകളായിരുന്നു! ദാവീദ് രാജാവും ശലോമോൻ രാജാവും ഒക്കെ പണിത് ഒപ്പിച്ചതായ ആ അരമനകളെയെല്ലാം മുടിച്ചു കളഞ്ഞു. എല്ലാം ആ ബാബേൽ രാജാവ് വന്ന് എടുത്തുകൊണ്ട് കൊണ്ടുപോയി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവളുടെ കോട്ടകളെ നശിപ്പിച്ചു കളഞ്ഞു. യഹൂദാ പുത്രിക്ക് ദുഃഖവും വിലാപവും വർദ്ധിപ്പിച്ചിരിക്കുന്നു. അവൻ തിരുനിവാസം ഒരു തോട്ടം പോലെ നീക്കിക്കളഞ്ഞു. തൻ്റെ ഉത്സവ സ്ഥലം നശിപ്പിച്ചിരിക്കുന്നു. തൻ്റെ ജനമായ ഇസ്രായേൽ, യാക്കോബിൻ്റെ മക്കൾ, 12 ഗോത്രങ്ങളുടെ മക്കൾ ഒരു ഉത്സവം ആചരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ എൻജോയ് ചെയ്തിരുന്നതായ ആ ദൈവം, അവർ ഉത്സവം നടത്തിയിരുന്നതായ യെരുശലേം ദേവാലയം എന്താണ് പറയുന്നത്? അവിടെ നമുക്ക് കാണുന്നത്, അവൻ തിരുനിവാസം ഒരു തോട്ടം പോലെ നീക്കിക്കളഞ്ഞു. തൻ്റെ ഉത്സവ സ്ഥലം നശിപ്പിച്ചിരിക്കുന്നു. യഹോവ സിയോനിൽ ഉത്സവവും ശബത്തും മറക്കുമാറാക്കി. ഇനി നിങ്ങളുടെ ശബത്തും ഉത്സവവും ഒന്നും എനിക്ക് വേണ്ട. നിങ്ങൾ ബാബേലിൽ പോയി അവിടുത്തെ ബിംബങ്ങളെ ആരാധിച്ചു കൊള്ളുക, എൻജോയ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കോപത്തിൽ അവരെ അങ്ങോട്ട് വിടുന്ന പിക്ചറാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നോക്കുക, തുടർന്നും പറയുന്ന വാക്കുകൾ. തൻ്റെ ഉഗ്രകോപത്തിൽ, സാധാരണ ഒരു കോപമല്ല, ദൈവത്തിൻ്റെ ഉഗ്രകോപത്തിൽ രാജാവിനെയും പുരോഹിതനെയും നിരസിച്ചു കളഞ്ഞു. പുരോഹിതൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അവകാശമാണ്. ദൈവം തന്നെയാണ് അവരുടെ അവകാശമെന്ന് പറഞ്ഞ്
അങ്ങനെ വളരെ സ്ഥാനം കൊടുക്കുന്നവരാണ്. പുരോഹിതന്മാരെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥത അണയ്ക്കുവാൻ വേണ്ടി വിളിച്ച് ആലയത്തിൽ ശുശ്രൂഷിപ്പാൻ വേണ്ടി വെച്ചിരുന്ന ആ പുരോഹിതനെ നിരസിച്ച് കളഞ്ഞു. എനിക്കിനി നിൻ്റെ ശുശ്രൂഷ വേണ്ട, നിങ്ങൾ പൊക്കോളുക ബാബേലിലേക്ക്. നിങ്ങൾ എൻ്റെ ആലയത്തിൽ ഈ ബിംബങ്ങളെ പ്രതിഷ്ഠിച്ചെങ്കിൽ ഇനിയും നിങ്ങളെ ആ ബിംബങ്ങളുടെ നാടായ ബാബേലിലേക്ക് തന്നെ വിട്ട് യു എൻജോയ് യുവർ ലൈഫ് ഓവർ ദിയാർ എന്ന് പറഞ്ഞുകൊണ്ട് ഉഗ്ര കോപത്തിൽ ഈ പുരോഹിതന്മാരെയും അവിടേക്ക് വിടുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ ചില വർഷങ്ങൾ അവിടേക്ക് 70 വർഷങ്ങൾ അവിടെ താമസിക്കുന്നു ബാബേലിൽ. ആ സമയം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഉള്ളതായ പുരോഹിതന്മാർ ആരാണെന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. തിരിച്ചു വരുമ്പോൾ പുരോഹിതന്മാരെയൊക്കെ തിരിച്ചറിയുന്നതിന് വളരെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കാരണം പുരോഹിതന്മാർ ദൈവത്തിൻ്റെ നീതി അനുസരിച്ചും ആലോചന അനുസരിച്ചും നിന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. തൻ്റെ ഉഗ്രകോപത്തിൽ രാജാവിനെയും പുരോഹിതനെയും നിരസിച്ചു കളഞ്ഞു. കർത്താവ് തൻ്റെ യാഗപീഠം തള്ളിക്കളഞ്ഞു. കർത്താവിൻ്റെ നിയോഗപ്രകാരം എങ്ങനെ അതിൻ്റെ നിയോഗം കൊടുത്തുവോ അങ്ങനെ ഉണ്ടാക്കിയോ ആ യാഗപീഠമൊക്കെ തള്ളിക്കളഞ്ഞു. ഇനി അവിടെ കിടന്നോട്ടെ, ഇനി ആരും യാഗം കഴിക്കേണ്ട, ഒന്നും വേണ്ട, നിൻ്റെ യാഗവും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞോട്ട് അവരെ ബാബേലിലേക്ക് തള്ളിക്കളയുന്നു. തൻ്റെ വിശുദ്ധ മന്ദിരം വെറുത്തിരിക്കുന്നു. യെരൂശലേം എന്ന് പറയുന്നത് തൻ്റെ വിശുദ്ധ പട്ടണമാണ്. യെരൂശലേം ദേവാലയം എന്ന് പറയുന്നത് തൻ്റെ വിശുദ്ധ മന്ദിരമാണ്. ശലോമോൻ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവെ, ഞങ്ങൾ നിങ്ങളിലേക്ക് കണ്ണുയർത്തി നോക്കുമ്പോൾ നിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ആ വിശുദ്ധ സ്ഥലമായിട്ട് ഞങ്ങൾ സൂക്ഷിക്കും. അവിടുത്തെ വിശുദ്ധനായ ദൈവമേ, ഇവിടെ എഴുന്നള്ളി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുവെങ്കിൽ ഇവിടെ ഇതാ ദൈവം പറയുകയാണ് ഈ ജനത്തോട്, നിങ്ങളെന്നെ തള്ളിക്കളഞ്ഞിരിക്കയാൽ എൻ്റെ വിശുദ്ധ മന്ദിരം ഞാൻ വെറുത്തിരിക്കുന്നു. അവിടേക്ക് കടന്നു വരുവാൻ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ദൈവം ഈ 2-ാം അധ്യായത്തിൽ തൻ്റെ ആ ദേഷ്യം കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നോക്കുക. നിൻ്റെ പ്രവാചകന്മാർ നിനക്ക് ഭോഷത്വവും വ്യാജവും ദർശിച്ചിരിക്കുന്നു. അവർ നിൻ്റെ പ്രവാസം മാറ്റുവാൻ തക്കവണ്ണം നിൻ്റെ അകൃത്യം വെളിപ്പെടുത്താതെ വ്യാജവും പ്രസാദകാരണവുമായ പ്രവാചകം ദർശിച്ചിരിക്കുന്നു. അപ്പോൾ പ്രവാചകന്മാരൊക്കെ ദൈവത്തിൻ്റെ ആലോചന പറയാതെ മനുഷ്യർക്ക് ഇഷ്ടമായുള്ളത് പ്രവചിച്ചുകൊണ്ട് അവരുടെ ബെനിഫിറ്റ് വലുതാക്കുവാൻ വേണ്ടി അവർ വർക്ക് ചെയ്യുന്ന ആ പ്രവാചകന്മാരെയൊക്കെ ദൈവം വളരെ ദേഷ്യത്തോടെയാണ് കാണുന്നത് എന്ന് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നു. ഈ 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമ്മൾക്ക് നോക്കാം. സിയോൻ പുത്രിയുടെ മതിലെ, രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിൻ്റെ കൺമണി വിശ്രമിക്കുകയും വരുത്. രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിൻ്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. അന്നത്തെ സമയത്ത് ഈ തകർച്ചയുടെ മധ്യത്തിൽ ഈ വിലാപങ്ങൾ ഈ യിരെമ്യാ പ്രവാചകൻ്റെ ഹൃദയത്തിലൂടെ കടന്നു വരുമ്പോൾ അവൻ ജനത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഉള്ള ജനത്തോട് പറയുകയാണ്, സിയോൻ പുത്രിയുടെ മതിലെ, രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. ഒരു റിപ്പൻറ്റൻസിലേക്ക് ഇനിയുമെങ്കിലും നിങ്ങൾ കടന്നു വരിക. ഇറ്റ് ഈസ് ടു ലേറ്റ്, ബട്ട് സ്റ്റിൽ യു ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി. ഓരോരോ കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിൻ്റെ കൺമണി വിശ്രമിക്കുകയും വരുത്. രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിൻ്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക എന്ന് പറഞ്ഞാൽ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു കർത്താവ് നമ്മൾക്കുണ്ട് എന്നുള്ളതായ ഒരു ഹോപ്പാണ് ഈ പ്രവാചകനായ യിരെമ്യാവ് അന്നത്തെ ജനങ്ങൾക്ക് ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നൽകുന്നത്. ഇന്നും ഈ വാചകം നമ്മളുടെ ജീവിതത്തിലും വളരെ അന്വർത്ഥമാണ്. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, ഇന്നത്തെ കാലത്തും കർത്താവെ നീ എന്നെ കൈവിട്ടോ എന്ന് ചോദിക്കുന്നതായ അവസരങ്ങളിൽ, നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാതെ ഇരിക്കുന്നതായ സമയങ്ങളിൽ, കർത്താവിനെ കാണുവാൻ കഴിവില്ലാതെ നമ്മൾ ഏകാന്തതയിലായിരിക്കുമ്പോൾ
പ്രവാചകൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓരോരോ കണ്ണുനീരൊഴുക്കുക. കണ്ണുനീരിനെ മറികടന്നു പോകാത്ത ഒരു ദൈവം ഇന്നത്തെ കാലത്ത് നമ്മളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ നമ്മൾക്ക് വേണ്ടി ഉണ്ട്. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിൻ്റെ കൺമണി വിശ്രമിക്കുകയും അരുത് എന്ന് പറഞ്ഞാൽ ഇടവിടാതെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിൻ്റെ ഹൃദയത്തെ വെള്ളും പോലെ കർത്തൃസന്നിധിയിൽ പകരുക. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ പകർന്ന് ദൈവമായ ഒരു നിരപ്പിലേക്ക് കടന്നു വരുവാനാണ് ഇവിടെ പ്രവാചകനായ യിരെമ്യാവ് ജനത്തോട് പറയുന്നത്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. നമ്മളുടെയും ജീവിതത്തിൽ ആ പ്രാർത്ഥനയും കണ്ണുനീരും വളരെ ഇമ്പോർട്ടൻ്റാണ്. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും, യാതൊരു ഹോപ്പും ഇല്ലാത്ത അവസ്ഥയിലും, ആശയറ്റയായ അവസ്ഥകളും വരുമ്പോൾ അവിടെയും പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നു കഴിഞ്ഞാൽ കണ്ണുനീരിനെ മറികടക്കാത്തതായ ദൈവം, കരുണയുള്ള ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും, സഹായിക്കും. അവൻ്റെ കൈ നീട്ടും, വഴികളെയും വാതിലുകളെയും നമ്മൾക്കായിട്ട് തുറക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെയും ഒരു മെസ്സേജ് ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ഉണ്ട്. അതെന്താണെന്ന് നമ്മൾക്ക് നോക്കാം. 3-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ളതായ ചില വാക്യങ്ങൾ പെട്ടെന്ന് നമ്മൾക്ക് സ്പീഡ് റീഡിങ് ആയിട്ട് മുൻപോട്ട് പോകാം. ഇവിടെ പറയുന്നത് 18-ാം അധ്യായം, എൻ്റെ മഹത്വവും യഹോവയിങ്കലുള്ള എൻ്റെ പ്രത്യാശയും പോയിപ്പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ, ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ജീവിതത്തിൽ ഇതെല്ലാം പോയല്ലോ, എല്ലാം കൈവിട്ടു പോയല്ലോ, ഇനി എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ജനമാണ്. നമ്മളുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ളതായ സാഹചര്യം ഇന്ന് വന്നേക്കാം. കർത്താവേ, എല്ലാം കൈവിട്ടു പോയല്ലോ, എൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം തെറ്റിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥകൾ. ഞാൻ കണക്ക് കൂട്ടിയതുപോലെ എൻ്റെ ധനപരമായ കാര്യങ്ങൾ ഒന്നും എൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്നില്ലല്ലോ, എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ഒന്നും ഉദ്ദേശിക്കുന്ന പോലെ നടക്കുന്നില്ലല്ലോ, എൻ്റെ ആരോഗ്യസ്ഥിതി ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ മുൻപോട്ട് പോകുന്നില്ലല്ലോ. അങ്ങനെ ഓരോ ഏരിയകളും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ പ്രത്യാശയും പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. 21-ാമത്തെ വാക്യം, ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. അന്നത്തെ ജനത്തിന് ഇങ്ങനെയുള്ളതായ ഒരു സിറ്റുവേഷനിലേക്ക് അവർ വന്നുപോയി. 70 വർഷത്തേക്ക് ജനത്തെ വിട്ടു, അവർ പോയി കഴിഞ്ഞു. എന്നിട്ട് 21-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. അവിടെയും ഒരു പ്രത്യാശയോടുകൂടെ മുൻപോട്ട് പോകുവാനായിട്ടാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. നമ്മളുടെ പ്രത്യാശിക്കും എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഉടനെ ഒരു മറുപടി കിട്ടിയില്ല എങ്കിൽ തന്നെയും എന്ന് വന്നേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു മറുപടി തരുന്ന കർത്താവ് തൻ്റെ സമയത്ത് എനിക്ക് വേണ്ടി മറുപടി തരും എന്നുള്ള പ്രത്യാശ ഉള്ളതുകൊണ്ട് ഞാൻ ദുഃഖിച്ച് ഇല്ലാതെയായി പോവുകയല്ല. പ്രത്യാശയോടുകൂടെ, ധൈര്യത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ പിടിച്ചുകൊണ്ട്, ദൈവപുത്രൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, അവൻ്റെ വചനങ്ങളെ ഓർത്തുകൊണ്ട്, അവൻ്റെ വാഗ്ദത്തങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകും എന്നുള്ളതായ ധൈര്യമാണ്, പ്രത്യാശയാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. 22-ാമത്തെ വാക്യം നോക്കാം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതുമാകുന്നു. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. ഇവിടെ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. ഇവിടെ യഹൂദ ജനങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശേഷിപ്പിനെ ദൈവം സൂക്ഷിക്കും, അവരെ മടക്കി വരുത്തും, അവരെ ഈ ലോകത്തിൽ നിന്ന് മാറ്റിക്കളയാതെ ഒരത്ഭുത വിഷയമായിട്ട് ഈ ലോകത്തിൽ കാക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഇന്നത്തെ കാലത്തും
ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവത്തെ സേവിച്ചാൽ നമ്മളെയും നമ്മളുടെ സന്തതികളെയും കർത്താവിനു വേണ്ടി അവൻ നിലനിർത്തും. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും വരുന്ന ലോകത്തിലും നമ്മളെ നിത്യമായി സ്നേഹിക്കുകയും നിത്യമായി ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളതാണ് ആ വലിയ പ്രത്യാശയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ജീവിതത്തിൽ എന്തു പ്രശ്നം വന്നാലും അതിൻ്റെ മുമ്പിൽ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, ഭാരപ്പെട്ടു പോകാതെ യഹോവയിൽ ധൈര്യപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിച്ച് ധൈര്യപ്പെടുത്തുന്നത്. 23-ാമത്തെ വാക്യം നോക്കുക. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അതെ, രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതുമാകുന്നു. അപ്പോൾ അവൻ്റെ കരുണ രാവിലെ തോറും പുതിയതാണ്. നമ്മൾ വൈകിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ കണ്ടതായ അവൻ്റെ ആ കരുണയല്ല രാവിലെ നാം കാണുന്നത്. പുതിയ കരുണ, പുതിയ അനുഗ്രഹം, പുതിയ ബ്ലെസ്സിങ്സ്, പുതിയ കാഴ്ചപ്പാട്, പുതിയ ദൈവത്തിൻ്റെ വചനം, പുതിയ ധൈര്യത്തിൻ്റെ വാക്കുകൾ നമ്മൾക്ക് അതാത് സമയങ്ങളിൽ പുതിയതായിട്ട് നൽകിത്തന്ന് ഈ ഇസ്രായേൽ ജനത്തെ ഓരോ ദിവസവും രാവിലെ പുതിയ മന്ന കൊടുത്ത് ബലപ്പെടുത്തി 40 വർഷം നടത്തിയതുപോലെ നമ്മയും നിത്യത വരെ നടത്തുവാനും നിത്യതയിലും പരിപോഷിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അത് വലിയതാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത വലിയതാണെന്ന് എണ്ണുമ്പോൾ മറ്റുള്ളൊന്നിനെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. 24-ാമത്തെ വാക്യം. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്താണ് നമ്മളുടെ ഓഹരി എന്ന് പറയുന്നത്? പണമാണോ? അത് ഏത് സമയത്തും ഒഴുകിപ്പോകാം. ഈ പണം ചക്രമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചക്രമെന്ന് പറയുമ്പോൾ ഉരുണ്ട ഷേപ്പാണ്. അതങ്ങോട്ട് പോയാൽ അത് ചിലപ്പോൾ ഇങ്ങോട്ട് വരും, അതല്ലെങ്കിൽ തിരിച്ച് എങ്ങോട്ടെങ്കിലും പോയെന്നിരിക്കും. അത് ഉരുണ്ടുരുണ്ടുരുണ്ട് പോകുന്ന ആ ഷേപ്പിലാണ്. ഒരിടത്ത് നിൽക്കുവാൻ വേണ്ടിയല്ല അത് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് റോൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ചക്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പണം എന്ന് പറയുന്നത് വരികയും പോവുകയും ചെയ്യുന്നതാണ്. അത് വന്നാലും പോയാലും നമ്മളുടെ ജീവിതത്തെ അത് ബാധിക്കരുത്. പണം നമ്മളുടെ സമാധാനത്തെ കെടുത്തിക്കളയരുത്. പണം നമ്മളുടെ അഹങ്കാരത്തിന് കാരണമായി തീരരുത്. പണം നമ്മളുടെ അത് കൊണ്ടുള്ള ദുർവിനിയോഗത്തിന് കാരണമായി തീരരുത്. പണം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം എല്ലായ്പ്പോഴും ദൈവം മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ നമ്മൾക്കതിൻ്റെ ഓഹരി തന്ന് നമ്മെ മാനിക്കുവാൻ തക്കവണ്ണം കർത്താവ് വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുൻപോട്ട് പോകുവാനായിട്ട്. രാവിലെ തോറും അവൻ്റെ ദയ പുതിയതും അവൻ്റെ വിശ്വസ്ത വലിയമാകുന്നു. യഹോവ എൻ്റെ ഓഹരി. യഹോവയാണ് എൻ്റെ ഓഹരി. നമുക്ക് ഒന്നും ഇല്ല എങ്കിൽ തന്നെയും ദൈവം നമ്മെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി. പണമുണ്ടെങ്കിൽ അത് ഏത് സമയത്തും നമ്മളെ നിരാശയിലേക്ക് താഴ്ത്തിക്കളയുമ്പോൾ ഒന്നിനും നമ്മളെ സഹായിക്കാനായിട്ട് കഴിയുകയില്ല, പണത്തിന് കഴിയുകയില്ല. എന്നാൽ യഹോവ എൻ്റെ ഓഹരി എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. നമ്മളുടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും എന്നെയും നിന്നെയും പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. നമ്മളുടെ ലൈഫ് സെക്വേർഡാണ്. ഈ ലോകത്തിൽ നമ്മളുടെ ലൈഫ് സെക്വേർഡാണ്. നമ്മളുടെ ശരീരത്തെ കൊല്ലുവാനായിട്ട് ശത്രുവിന് സാധിച്ചേക്കും, എന്നാൽ നമ്മളുടെ ആത്മാവിനെ കൊല്ലുവാൻ, ജീവനെ കൊല്ലുവാനായിട്ട് ആർക്കും സാധ്യമാകുകയില്ല. നമ്മളുടെ ലൈഫ് സെക്വേർഡാണ്, ക്രിസ്തുവിൽ സെക്വേർഡാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. യഹോവയിൽ പ്രത്യാശ വയ്ക്കുന്നതായ ജനം ഭാഗ്യമുള്ളവരാണ്. അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും അതവരെ ബാധിക്കുകയില്ല. കാരണം ഒരുവൻ ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ചിട്ട് നിത്യതയിലേക്ക് കടന്നു പോകുമ്പോൾ കയ്യും വീശിക്കൊണ്ടാണ് പോകുന്നത്. ഒന്നും കൊണ്ടുപോകാനായിട്ട് സാധ്യമാകുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പ്രൈസ് ഗോഡ്, യഹോവയാണ് എൻ്റെ ഓഹരി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ എന്ന് വീണ്ടും പറയുകയാണ്. തന്നെ കാത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വില കൊടുക്കുന്നതായ ജീവിതത്തിലെ കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ യഹോവയെ കാത്തിരിക്കുമ്പോൾ, യോബ് യഹോവയുടെ ഭക്തനായിരുന്നു, യഹോവയെ കാത്തിരുന്നവനാണ്.
അവൻ്റെ ജീവിതത്തിൻ്റെ വേദനകളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ അവൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ വടക്കോട്ട് നോക്കുന്നു, അവനെ കാണുന്നില്ല. തെക്കോട്ട് നോക്കിയാൽ അവിടെ കാണുന്നില്ല. യഹോവ എൻ്റെ ഈ വേദനയുടെ സമയത്ത് എൻ്റെ അടുത്ത് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് പടിഞ്ഞാറോട്ട് നോക്കിയിട്ട് കാണുന്നില്ല. കിഴക്ക് കാണും എന്ന് നോക്കിയിട്ട് കിഴക്കും കാണുന്നില്ല. എന്നാൽ ഞാൻ ഒന്നറിയുന്നു, അവൻ എന്നെ കാണുന്നു എന്നാണ് ഇയ്യോബ് പറയുന്നത്. അപ്പോൾ കാത്തിരിക്കുക, അവന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. അവൻ നല്ലത് മാത്രം നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന കർത്താവാണ് എന്നാണ് ഈ 3-ാം അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി 4-ാം അധ്യായത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം. ഇവിടെ എന്താണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? എ ജേർണി ഓഫ് റിമംബറൻസ് ആണ്. ഈ യിരെമ്യാ പ്രവാചകൻ താൻ ജനങ്ങളോട് പ്രവചിച്ചപ്പോൾ തന്നെ ഒരു കാര്യം പഠിപ്പിക്കുവാൻ വേണ്ടി ദൈവം കുശവൻ്റെ ആലയിലേക്ക് കൂട്ടിക്കൊണ്ട് ചെന്നിട്ട് അവനെ ഒരു പാഠം പഠിപ്പിക്കുന്നു. തൻ്റെ കയ്യിൽ ഇരുന്നതായ ആ പാത്രം ചീത്തയായി പോകുന്നു എന്നുള്ളതായ കാര്യം, അതിനെ നല്ലതാക്കി തീർക്കുവാനും അല്ലാതെ ഒരിക്കലും ശരിയാകാത്തതിനെ എറിഞ്ഞു കളയുന്നതുമായ ഒരു പാഠമാണ് അവിടെ പഠിപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് കുശവൻ്റെ ആലയിൽ. ഇവിടെ 4-ാമത്തെ അധ്യായം വരുമ്പോൾ അതിൻ്റെ ഒരു നടത്തിപ്പായിട്ട് നിവൃത്തിയായിട്ട് കാണുന്നത് ഇതാണ്. അയ്യോ, പൊന്ന് മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി, വിശുദ്ധ രത്നങ്ങൾ സകല വീഥികളുടെയും തലയ്ക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു. തങ്കത്തോട് തുല്യരായിരുന്ന സിയോൻ്റെ വിശിഷ്ടപുത്രന്മാരെ കുശവൻ്റെ പണിയായ മൺപാത്രങ്ങളെപ്പോലെ എണ്ണിയിരിക്കുന്നത് എങ്ങനെ എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. അപ്പോൾ വിളങ്ങിയിരുന്നതായ യെരുശലേം പട്ടണം, വിളങ്ങിയിരുന്നതായ യെരുശലേം ദേവാലയം ഇതാ എല്ലാം മറിഞ്ഞു കിടക്കുന്നു, ഉപേക്ഷിക്കപ്പെട്ടിരുന്നു. തങ്കം പോലെ ശോഭിച്ചിരുന്നതാണ്, അത് എറിഞ്ഞു കളയപ്പെട്ടിരിക്കുന്നു. കുശവൻ എറിഞ്ഞു കളയുന്നത് പോലെ അങ്ങനെ കളയുന്നതായ പുറമേയുള്ള ഭംഗി മാത്രമല്ല, ആത്മീയ മൂല്യം പോലും ദൈവം എറിഞ്ഞു കളഞ്ഞു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയില്ല. അപ്പോൾ ആ യെരുശലേം മൊത്തമായി ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് ഉള്ളതായ അവസ്ഥയിൽ ആ കുശവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയ പാത്രം പോലെയാണ് യെരുശലേമിൻ്റെ ചിത്രം നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 4-ന്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കൈ തൊടാതെ പെട്ടെന്ന് മറിഞ്ഞുപോയ സോതോമിൻ്റെ പാപത്തേക്കാൾ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ അകൃത്യം വലുതാകുന്നു. സോതോമിൻ്റെ പാപം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ പ്രവാചകന്മാരൊന്നും വളരെയധികം അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ പാപത്തിലേക്ക് പോയത്. എന്നാൽ എൻ്റെ ജനത്തിൻ്റെ പുത്രി എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് തൻ്റെ പ്രവാചകന്മാരെ അയച്ച് എല്ലാവിധമായ ഇൻസ്ട്രക്ഷൻസും ആലോചനയും കൊടുത്തതായ ജനമാണ്. അവർ ഈ പാപത്തിലേക്ക് കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ അവർ ഈ ബിംബത്തിൻ്റെയൊക്കെ ആരാധിക്കുന്നതായ വിഗ്രഹാരാധികളായി തീരുമ്പോൾ അവരെ എങ്ങനെയാണ് കാണുന്നത്? സോതോമിൻ്റെ പാപത്തേക്കാൾ അധികം പാപം ചെയ്യുന്നതായ, അധികം അകൃത്യം വലുതായിട്ടുള്ളൊരു ജനമായിട്ടാണ് ഇവിടെ ജനത്തെ ദൈവം കാണുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 12-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെയാണ് ഇങ്ങനെ വായിക്കുന്നു: വൈരിയും ശത്രുവും യെരുശലേമിൻ്റെ വാതിലുകൾക്കകത്ത് കടക്കും, ഭൂരാജാക്കന്മാരും ഭൂവാസികൾ കടക്കുമെന്ന് ഭൂരാജാക്കന്മാരും ഭൂവാസികളും ആരും വിശ്വസിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ യെരെമ്യാ പ്രവാചകൻ നേരെ മുൻപ് കൂട്ടി പ്രവചിച്ചതായ കാര്യമാണ്. ഇതാ, വൈരിയും ശത്രുവും യെരുശലേമിൻ്റെ വാതിലുകൾക്കകത്ത് കടക്കും, രാജകൊട്ടാരങ്ങളിൽ കടക്കും, രാജാക്കന്മാരെയെല്ലാം പിടിക്കും, രാജകുമാരന്മാരെയെല്ലാം കൊല്ലും, രാജാവിൻ്റെയൊക്കെ കണ്ണൊക്കെ കുത്തി പൊട്ടിക്കും. അങ്ങനെ ബാബേൽ രാജാവ് ഈ വിശുദ്ധ നഗരത്തെ അവകാശമാക്കും, ചീത്തയാക്കും, മലിനമാക്കും, ഉപേക്ഷിക്കപ്പെട്ട നിലയിലാക്കും എന്നുള്ളത് യെരെമ്യാ പ്രവാചകൻ പറഞ്ഞപ്പോൾ ഇതാ 12-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ സത്യം എന്താണ്? അവരാരും അത് വിശ്വസിച്ചില്ല. എന്താണ് വിശ്വസിക്കാഞ്ഞത്? വൈരിയും ശത്രുവും യെരുശലേമിൻ്റെ വാതിലുകൾക്കകത്ത് കടക്കുമെന്ന് ഭൂരാജാക്കന്മാരും ഭൂവാസികളും ആരും വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ദൈവം പറഞ്ഞാൽ
അത് സാധിക്കും എന്നുള്ളതായ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് നമ്മൾക്ക് ഒരു കാര്യം എന്താണ് ചിന്തിക്കുവാനായിട്ടുള്ളത്? ഇന്നത്തെ കാലത്തും വളരെ അധികമായിട്ടുള്ളതായ ബുദ്ധിമാന്മാർ ഒക്കെ ഉണ്ട്, ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവം ഈ ഭൂലോകത്തൊക്കെ ഉണ്ടാക്കിയെന്നും ദൈവം ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു, ഈ യൂണിവേഴ്സിനെയൊക്കെ ദൈവം ഉണ്ടാക്കിയെന്നും ദൈവം മടങ്ങി വരുമെന്നും ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും ദൈവം നിത്യജീവൻ ഇങ്ങനെ ക്രിസ്തുവിൽ കൂടെ ഒരുക്കുമെന്ന് പറയുമ്പോൾ, ഇതൊക്കെ ഈ വലിയ മഹാന്മാരെന്ന് ഈ കാലത്ത് ചിന്തിക്കുന്ന അനേകരും ലോകക്കാർ ഒരിക്കലും അങ്ങനെ സംഭവിക്കും എന്ന് കരുതുന്നില്ല, അതിൽ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം, ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മൾ പറയുന്നത് അവർ പറയുന്നതല്ല നടക്കുന്നത്. നമ്മളുടെ ദൈവം ഒന്ന് പറഞ്ഞാൽ അത് നടക്കും എന്ന് നമ്മൾ വിശ്വസിക്കണം. ഞാനും നീയും ഈ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ, അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നവനാണ്, എൻ്റെ ദൈവം എൻ്റെ സ്രഷ്ടാവാണ്, എനിക്ക് വേണ്ടി അവൻ വീണ്ടും വരും എന്നുള്ളതായ വാക്ക് അവൻ നിവർത്തിക്കും. അവനൊരു ജഡ്ജാണ്, ന്യായാധിപനാണ്. അവൻ്റെ ന്യായത്തിൻ്റെ മുൻപിൽ ഞാൻ നിൽക്കേണ്ടി വരുന്നവനാണ്. ആ ന്യായത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ കൃപയോടെ അവൻ്റെ അടുക്കൽ നിൽക്കും. അല്ലാതെ ന്യായാധിപതിയായി നിൽക്കുമ്പോൾ കൃപയിലേക്ക് കടന്നു വരാത്ത ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ഒരിക്കലും ആകിപ്പോയകരുത് എന്നുള്ളതായ പ്രാർത്ഥനയോട് വേണം നമ്മളുടെ യാത്ര. ഇനി നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരികയാണ്. ഒടുവിലത്തെ അധ്യായമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഹോവേ ഓർക്കണമേ, ഞങ്ങളുടെ നിന്ന നീക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടെ ആണ് ഇവിടെ നമ്മൾക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നത്. 1-ാം അധ്യായം, യഹോവേ ഞങ്ങൾക്ക് എന്ത് ഭവിക്കുന്നു എന്ന് ഓർക്കണമേ. ഇവിടെ 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം പറയുന്നത്, യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ എന്നാണ്. പ്രൈസ് ഗോഡ്. അവരെ വളരെ താമസിച്ചു പോയി. എന്നാൽ യഹോവയുടെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നത്, യഹോവ സമീപസ്ഥനായിരിക്കുമ്പോൾ അവൻ്റെ അടുക്കലേക്ക് കടന്നു വരിക. അതാണ് ഏറ്റവും സന്തോഷകരം, ഏറ്റവും ആശ്വാസകരം, ഏറ്റവും എളുപ്പം. വളരെ ദൂരെ പോയതിന് ശേഷമായിട്ട് വീണ്ടും മടങ്ങി വരിക എന്നുള്ളത് വളരെ പ്രയാസമായ കാര്യമാണ്. ഈ ലെസൺ ഇവിടെ നിർത്തുന്നു. അടുത്ത ആഴ്ച നമ്മൾ എസെക്കിയേലിൻ്റെ പുസ്തകം പഠിക്കും. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.